ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള നമ്മുടെ അരുവിക്കുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് നമ്മൾ മൂലമറ്റം പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് നമ്മുടെ കൂട്ടുകാരൻ ഗോകുലും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മൂലമറ്റം ചെല്ലാം. മൂലമറ്റം ചെന്നിട്ട് നമ്മുടെ മലങ്കര ഡാമിൻ്റെയൊക്കെ ആ ഒരു അടുത്തായിട്ടാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ മൂലമറ്റം പോകുന്ന വഴിയാണ്. അപ്പോൾ നേരെ നമുക്ക് മൂലമറ്റം ചെന്നിട്ട് അവിടെ നമ്മുടെ മലങ്കര എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആയിട്ടാണ്, ആ ഒരു എസ്റ്റേറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതേ നമ്മളിതേ നമ്മുടെ മുട്ടത്താണ്. ഞങ്ങളിതേ ചോറിനാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒരു മുട്ടത്ത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, CB എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ, നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാം. ചേട്ടാ, അരുവിക്കുത്ത് വാട്ടർഫോള് നേരെ പോയാൽ മതി അല്ലേ? വണ്ടിയില്ലോ അവിടെ വരെ? ഓക്കെ ഓക്കെ, ശരി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മൾ, അതായത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് മുട്ടത്തിന് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി കാണാം. ശ്രീ ശിവപാർവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വഴി. അപ്പോൾ ആ വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ടാർ റോഡിൽ നിന്ന് ഒരു ഇന്റർലോക്ക് ഇട്ട് വഴിയെ കൂടെ പോവുകയാണ്. ഇവിടുന്ന് നേരെ എന്നിട്ട് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാനൊരു വീഡിയോ കണ്ട പരിചയമുള്ളൂ കേട്ടോ, വന്നിട്ടില്ല, ചോദിച്ചു നോക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പാലം കാണാം കേട്ടോ. ഇടത്തൂക്കര കനാല, MVP ഇടത്തൂക്കര കനാല എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. പിന്നെ ഇവിടെ ആയിട്ടൊരു പാലമുണ്ട്. ഇവിടെയാണ് നമ്മൾ എത്തിയിട്ടോ, വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ്. എൻ്റെ മോനെ, അടിപൊളി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് കാണിക്കാതെ ഫ്രണ്ട്സ്. ഇതാണ് കാഴ്ച. ഇതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം കാടാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. ഇതേതോ മലങ്കര റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. എന്തായാലും നല്ല വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, കിടക്കൻ കാഴ്ചയാണ്. നല്ല തട്ടായിട്ട് വെള്ളം ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കിടിലൻ സ്ഥലം കൂടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഫോഴ്സിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും മഴ പണി തന്നു ഗൈസ്. ഞങ്ങളിത് മഴയത്ത് നിൽക്കുകയാണ്. വണ്ടി അപ്പുറം കിടപ്പുണ്ട്, പക്ഷേ ഇനി വണ്ടിയുടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ്. കാരണം ഇതുണ്ടോ, ഈ വഴി നല്ല ശോകമാണ്, ചെളിയാണ് കേട്ടോ. അതുകൊണ്ട് അതിനുള്ള വലിയ ശക്തിയില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂ കൂടെ നമുക്ക് കണ്ടുപോകാം. ഇതിലാണ് വെള്ളച്ചാട്ടം പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ, ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കെന്തായാലും ഈ വഴിയൊന്ന് പോയി നോക്കാം. ഇവിടെ ഇതിലെ കുറച്ചും കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാമെന്നാണ് പറഞ്ഞത്. ഓ, ഇതിലെ ബൈക്കൊക്കെ കയറി പോകുമല്ലേ? ബൈക്കൊക്കെ ആയിട്ടാണ് അത് ഇവിടെ വരെ കയറി പോരാൻ കേട്ടോ. കാറ് കൊണ്ട് വരുന്ന വെച്ച ചടങ്ങാണ്, കാരണം അടി ഇടിക്കാൻ ചാൻസ് ഉണ്ട്, കല്ലൊക്കെ ഉണ്ട്. അതുപോലെ ഇതാണ് വഴി. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ വഴി കാണാം കേട്ടോ. ഇവിടെ നടന്നു പോകാനുള്ള ചെറിയൊരു വഴിയുണ്ട്, പക്ഷേ റിസ്ക്കാണ്, ചെറുതായിട്ട് തെന്നലുണ്ട്. സൂക്ഷിച്ച് പോകണം കേട്ടോ, ഇതിലേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ പണിയാണ്, മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച്. ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയൊന്ന് കാണിച്ചു തരാവേ. ഈ വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ നല്ല ഒരു ഇരച്ചിൽ സൗണ്ട് കേൾക്കാം കേട്ടോ. ഒരു കാട്ടിൽ ചെന്ന ഫീലാണ്, ഒരു രക്ഷയില്ല. വൈകും സ്ഥലം ദൂരെ കൊള്ളാല്ലേ, എടുക്കുന്ന സ്ഥലം. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നേ. അപ്പോൾ നമുക്ക് നൈസായിട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങി പോകാവേ.
പാറയിൽ കൂടെ വരുമ്പോൾ തെന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാറയിൽ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വരിക. അപ്പോൾ എന്നാലും നമ്മൾ തിരിച്ച് കയറി പോവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു വ്യൂവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന്, നമ്മൾ ആദ്യം കണ്ട പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റും. അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. കാരണം ഇവിടെ ഇച്ചിരി വഴി ഇച്ചിരി പ്രശ്നമാണ്, നിറയെ പോലെ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അത്യാവശ്യം നല്ല ടഫ് റോഡാണ്. ഇതുവഴി പോക്ക് ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. കാരണം പാറയാണ്, തെന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്നാൽ കല്ലിട്ട് വല്ലതും പോയിടിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലമുണ്ടോ, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലെ ഈ വഴി നിങ്ങൾ പോകരുത്. ഇത് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പാറക്കൂട്ടാണ് കേട്ടോ, പാറകളുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മോ, ഇതുണ്ടോ വെള്ളം വന്ന് ആ ചാടുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു വ്യൂ ആണ്. അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല, വീട്ടിലെ കാഴ്ചകൾ. നമ്മളാ മേളിൽ കാണുന്നത് നമ്മളിപ്പോൾ ആ പോയിട്ട് കണ്ട ആ സ്ഥലമില്ലേ, ആ സ്ഥലമാണ് നമ്മൾ അപ്പുറത്താണ് നമ്മളിപ്പോൾ പോയത്, അക്കരെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, ഈ പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കനാലാണ്. അതായത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. അതായത് ഇതൊരു കനാലാണ്, ആ കനാലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് ഇത് കടത്തി വിടുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക്, കാറിന് വന്ന വഴിക്ക് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആ ഒരു സൈഡിലൊക്കെ ഇതിൻ്റെ ഈ ഒരു വെള്ളം അതിലെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്നൊരു പേര് അക്വാഡക്റ്റ് എന്നാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ അരുവിക്കുത്തിയിൽ നിന്ന് നമ്മൾ പോവാണ്. എന്നാലും കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. ഒരു ദിവസം കാണാനുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്ത്, നമ്മുടെ മൂലമറ്റത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു അരുവിക്കുത്ത് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മുടെ അരുവിക്കുത്ത്. അപ്പോൾ എന്നാലും നമുക്ക് ഒരു ദിവസം വന്ന് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.